ഹായ്. അറ്റ് ലാസ്റ്റ് എനിക്കും സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് കാലങ്ങളായി ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ഞാനും തീരുമാനിച്ചു. ചെറിയ ചെറിയ എനിക്ക് കുറച്ചുള്ള വിവരങ്ങൾ അത് എൻ്റെ കൂട്ടുകാർക്കും കൂടി പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു കുക്കിംഗ് ചാനലാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. കുക്കിംഗ് ചാനൽ മാത്രമല്ല, അതിൻ്റെ കൂടെ ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങളത് അവതരിപ്പിക്കുന്നതാണ്. പിന്നെ എൻ്റെ മക്കളാണ് എൻ്റെ വലിയ സപ്പോർട്ട്. ഇപ്രാവശ്യം മോൻ ചെറിയൊരു ബ്രേക്ക് എടുത്ത് വന്നിരിക്കുകയാണ്. ആ സമയം അവൻ പറഞ്ഞു, അമ്മക്ക് ഞാനെല്ലാം ചെയ്തു തരാം, നമുക്കിതൊന്നും അറിയില്ലല്ലോ അത്ര. അപ്പോൾ അവൻ എൻ്റെ കൂടെ നിന്ന് എല്ലാം അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ഒരു പേരും തിരഞ്ഞെടുത്തു എൻ്റെ യൂട്യൂബ് ചാനലിന്, സ്വാദ്. എല്ലാവരും സ്വാദ് ദിവസവും കാണുക. ഇന്ന് ആദ്യത്തെ മധുരമനോഹരമായ ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നു. എന്നും നമ്മൾ പറയാറില്ലേ, ആദ്യം മധുരത്തോടെ തുടങ്ങണമെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഡിഷാണ് ഇന്ന് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. തക്കാളി ഈത്തപ്പഴം ചട്നി. ഇത് അച്ചാറല്ല, ചട്നിയാണ്. തക്കാളി ഈത്തപ്പഴം ചട്നി. അധികം ഐറ്റംസ് ഒന്നും ഇതിന് ആവശ്യമില്ല. ഒരു 2 സ്പൂൺ നെയ്യ്, തക്കാളി, ഈത്തപ്പഴം. തക്കാളി ഒരു 4 തക്കാളി, ഒരു 10 ചുള ഈത്തപ്പഴം. ഈത്തപ്പഴത്തിനെ കുരുവെല്ലാം കളഞ്ഞ് നേർമയായിട്ട് മുറിച്ച് വെച്ചത്. ഒരു 5-6 സ്പൂൺ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇത് നമ്മൾ നാട്ടിൽ കേരളത്തിലൊക്കെ കടുക് വറക്കുന്ന സമയത്ത് വെറും കടുക് ഉലുവ ഇതേ വറക്കുള്ളൂ. പക്ഷേ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന ഒരു സംഭവം, ഇത് 5 സാധനങ്ങൾ കൂടിയിട്ടുള്ളതാണ്. അത് താഴെ ഞങ്ങൾ എഴുതി കാണിക്കുന്നതാണ് ലിങ്കിൽ. 5 സാധനങ്ങൾ ഏതെല്ലാം വെച്ചാൽ ജീരകം, പെരിഞ്ജീരകം, കരിഞ്ജീരകം, പിന്നെ ഉലുവ, എള്ള്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് പൊട്ടിക്കുന്നത്. ആദ്യം തന്നെ നമ്മളെ നാട്ടിലിങ്ങനെ ഉലുവ കടുക് ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഈ 5 സാധനങ്ങളാണ് അവരിതിന് ഉപയോഗിക്കുന്നത്. ഈസിയാണ്, വളരെ ഈസി. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സംഗതിയാണ്. ഇനി നോക്കാം എങ്ങനെയെല്ലാമാണ് ഇത് പാചകം ചെയ്യേണ്ടത്. ഒരു 2 സ്പൂൺ നെയ്യ്. 2 സ്പൂൺ നെയ്യേ നമുക്കിതിന് ആവശ്യമുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ ടൊമാറ്റോ തക്കാളി ഇതെങ്ങനെയായി ഈ വിധത്തിൽ എന്നുള്ളത്, ആദ്യം ഒരു പാനിൽ വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടാക്കുന്ന സമയത്ത് 4 തക്കാളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കാൻ അതൊരു പ്രത്യേക കാര്യമുണ്ട്. ഇടുന്ന സമയത്ത് തക്കാളിയുടെ ഇവിടെ ഒരു പീച്ചാത്തിയെടുത്ത് ചെറിയൊരു വര, എന്നാലേ പതക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തോല് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് പതച്ച് ഒരു 5 മിനിറ്റ് പതപ്പിക്കുക ഒരു പാനിലെ വെള്ളത്തിൽ. ഇത് പതച്ച് കഴിഞ്ഞ് തോല് പോക്കി അതിന് ശേഷമുള്ള കഷ്ണങ്ങളാക്കിയ തക്കാളിയാണ്. അപ്പോൾ നമ്മുടെ പാൻ ഇതാ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ചൂടായ പാനിലേക്ക് നമ്മൾ ഈ പാൻഫടം നമ്മൾ ഇടുന്നതാണ്. പാൻഫടം എന്നാണ് അവളെ പറയുന്നത് നോർത്ത് ഈസ്റ്റ്. ഇത് കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിടുക. 5 സാധനങ്ങൾ അത് ഞങ്ങൾ താഴെ എഴുതി കാണിക്കുന്നതാണ്. അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം, നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഒന്ന് പൊട്ടണം. ജീരകം, പെരിഞ്ജീരകം, ഉലുവ, കരിഞ്ജീരകം, എള്ള്, ഈ 5 സാധനങ്ങളും നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം പൊട്ടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. ഈ എള്ളിൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, അത് വരും. പിന്നെ കടിക്കുന്ന സമയത്ത് ഒരു നല്ല മധുരം കയ്പ്പ്. ഈ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം ഒരു 4-5 മിനിറ്റ് അടയ്ക്കാതെയോ നിങ്ങൾക്ക് വേവിച്ചെടുക്കണം. സിമ്മിൽ വെച്ചാൽ മതി. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇത് ഒരു പ്രാവശ്യം കുറച്ച് വെന്ത തന്നെയാണ്, കാരണം തോല് പൊളിക്കാൻ വേണ്ടി. അതെല്ലാവരും ഓർമ്മിക്കുക. 4-5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് പതപ്പിച്ചാൽ തക്കാളിയുടെ തോല് ഇളകി വരുന്നതാണ്. അത് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളിയുടെ മുകളിലൊരു ചെറിയൊരു വെട്ട് വെക്കുന്നത്. തക്കാളി അധികം അടിഞ്ഞു പോകാൻ പാടില്ല, കാരണം അധികം അടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു അച്ചാറിൻ്റെ പരുവായി പോകും. അപ്പോൾ ഈ തക്കാളി ഏകദേശം ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത തക്കാളി എടുക്കുക. എൻ്റെ തക്കാളി 1-2 അത്ര പഴുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ മഞ്ഞ കളറാകുന്നത്. അതിന് പിന്നെ ഈത്തപ്പഴം ആഡ് ചെയ്യാം. ഒരു 10 ചുള ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി, നമ്മുടെ കടയിലെല്ലാം സാധാരണ കിട്ടുന്ന ഈത്തപ്പഴം മതി. ആ വിലയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കരുത്, കാരണം അതിലെ ടേസ്റ്റ് വരില്ല.
നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുരു ഇളക്കി മാറ്റി 3-4 പീസാക്കി നീളത്തിൽ മുറിക്കുക. ഇനി ഇതും ഇതിൽ കിടന്നൊന്ന് വേവണം. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് വെന്ത് വരണം. ഒരു 2-3 മിനിറ്റ് വേവട്ടെ. ഇത് ഏകദേശം തക്കാളിയും ഈത്തപ്പഴവും എല്ലാം നല്ല വേവായിട്ടുണ്ട്. പഞ്ചസാര ഒരു 5-6 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തർ മധുരത്തിനനുസരിച്ച്. ഇത് പഞ്ചസാര വേഗം തന്നെ ചേർക്കണം. കാരണം ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം പിന്നെ വറ്റി കിട്ടാൻ നമുക്ക് കുറച്ച് വിഷമാവും. അതുകൊണ്ടാണ്. അപ്പം ഇതിലേക്ക് നന്നായി ഇളക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, ഉച്ചയ്ക്ക് എല്ലാവരും ലഞ്ച് കഴിച്ച് കഴിഞ്ഞ സമയത്ത് കുറച്ച് മധുരം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ വെള്ളം ഇറങ്ങി വരുന്നത്? അധികം വെള്ളം വേണ്ട. ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ ദിവസം ഉപയോഗിക്കാനും പറ്റും. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു, എനിക്കൊക്കെ പണ്ട് ഇത് ഗീ റൈസ്, ചിക്കൻ കറി ഇതെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാകും. ഇതിനോട് കഴിച്ച് ശീലമായവർക്ക് പ്രത്യേകം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഞാനിത് ഉണ്ടാക്കിയ നോർത്തിലെ ടൈപ്പിലാണ്. അവരെല്ലാം കടുവെണ്ണയും, പക്ഷേ ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി ഇത് ചേർക്കും. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അറിയാം, ചിക്കനിൽ മുഴുവൻ നല്ലൊരു സ്മെല്ല് വരും. ഇത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. ഒരു 5 മിനിറ്റ് എടുത്തിട്ടില്ലല്ലോ. തക്കാളി നല്ല ചുവന്ന തക്കാളി ആയിരിക്കണം, എന്നാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാനെല്ലാം. ഇത്ര വെള്ളം വേണം. ഇത്ര വെള്ളം വേണം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഞാൻ ഓഫാക്കാൻ പോവാണ്. ഓഫാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരു നുള്ളി ഉപ്പും എല്ലാവർക്കും ചേർക്കാം, സ്വാദിനെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിനെ എല്ലാവർക്കും അറിയാലോ, വഴങ്ങയില നമ്മളെ ബിരിയാണിയിലും എല്ലാത്തിനും ചേർക്കുന്ന ഇതിനെയും കൂടി ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ലും കൂടി അതിൽ ചേരുന്നതാണ്. നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഫ്രണ്ട്സുമാർക്കെല്ലാം ഷെയർ ചെയ്യുക.